Hi friends, welcome to another video with Tunes of Life. എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമേ തന്നെ നവരാത്രി ആശംസകൾ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും സ്നേഹം അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വ്ളോഗിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗെന്ന് പറയുന്നത് ഒരു ലെസൺ പ്ലാനിനെ കുറിച്ചാണ് പറയേണ്ടത്. ഈ ലെസൺ പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു ടീച്ചർ ആ ആഴ്ച എത്ര പീരീഡ്സ് ഉണ്ടോ ഏതൊക്കെ ക്ലാസ്സുകളിലാണ് ആ പീരീഡ്സിനെ കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുക. അത് ഒരു ലെസൺ പ്ലാനിൻ്റെ ക്രൈറ്റീരിയ എല്ലാം എഴുതിയ ഒരു ബുക്ക് തന്നെ വരും. നമുക്ക് ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് സ്കൂളിൻ്റെ പേരും എല്ലാം വെച്ച് ഓരോ ടീച്ചേഴ്സിനും ഓരോ ബുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. ആ ബുക്കിനകത്ത് ആ ആഴ്ച നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ആസ് പെർ അവർ സബ്ജക്ട്സ് നമ്മൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എഴുതണം. അപ്പോൾ നമ്മുടെയൊക്കെ തുടക്ക കാലഘട്ടത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, അത് എഴുതുന്നതും അറിയാം. അപ്പോൾ നമ്മളതെല്ലാം ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. നമ്മളത് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അന്ന് എന്താണ് പഠിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു 3ാം സ്റ്റാൻഡേർഡിൽ 3rd പീരീഡ് എൻ്റെതാണെന്ന് വെച്ചോളൂ. അപ്പോൾ ആ പീരീഡിൽ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലെസൺ പ്ലാൻ. അത് HMൻ്റെ റൂമിൽ നമ്മുടെ ഒരു ഈ ലെസൺ പ്ലാൻ നമ്മൾ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ മാം അതിൽ സൈൻ ചെയ്ത് വിട്ടതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഓരോന്നും പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ. അപ്പോൾ നമ്മൾ 3rd സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ ലെസൺ പ്ലാനിൻ്റെ ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കുകയാണ്. പക്ഷേ ഞാൻ അന്നൊരു ദിവസം പഠിപ്പിച്ചത് വേറെ, ലെസൺ പ്ലാനിൽ ഞാൻ എഴുതിയിരുന്നത് വേറെ ഒരു ക്ലാസ്സിൽ. ഇത് അവിടെ കോർഡിനേറ്റേഴ്സും അതുപോലെ തന്നെ ക്ലാസ്സസ് ഇൻസ്പെക്റ്റ് ചെയ്യാനും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇവർ എത്തും. അവരെത്തിയിട്ട് അവരിങ്ങനെ നോട്ട് ഡൗൺ ചെയ്യും ആരെന്താണ് പഠിപ്പിക്കുന്നത്, ആസ് പെർ ലെസൺ പ്ലാൻ ആണോ. അവരുടെ കയ്യിൽ അതിൻ്റെ കോപ്പീസ് ഉണ്ടായിരിക്കുമല്ലോ. അത് വെച്ച് റാൻഡമായിട്ടാണ്, എപ്പോഴും അല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഇവർ വന്ന് ഇങ്ങനെ ഇത് നോക്കുകയാണ്, ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ ആരെന്താ പഠിപ്പിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ പഠിപ്പിച്ചത് വേറെ, ഞാൻ അവിടെ ലെസൺ പ്ലാനിൽ എഴുതി വെച്ച കാര്യം വേറെ. അപ്പോൾ എന്നെ അവർ സ്വാഭാവികമായിട്ട് വിളിപ്പിക്കുമല്ലോ, സ്റ്റാഫ് റൂമിൽ HMൻ്റെ റൂമിലേക്ക് വിളിപ്പിക്കുകയും ഈ ലെസൺ പ്ലാനിൽ എഴുതിയത് ഡിഫറെൻ്റാണ്, അവിടെ ടീച്ചർ പഠിപ്പിച്ചിരിക്കുന്നത് ഡിഫറെൻ്റാണ്, ഇത് ഒരു ശരിയായ രീതിയല്ല, ഈ സ്കൂളിൽ ഇങ്ങനെയുള്ള ഇൻസ്പെക്ഷൻസ് ഉണ്ടാകും, ഈ സ്കൂളിനേക്കാൾ കൂടുതൽ ചെക്കിങ്ങുള്ള വേറെ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സ്കൂൾസ് ഉണ്ടാവും. മാത്രമല്ല, നിങ്ങളൊരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് നമുക്കിത് ഇവിടെ വെച്ച് നിങ്ങൾ ഇത് ഇനി മുന്നോട്ട് ആവർത്തിക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്തണം എന്നവർ പറയുകയും അതിനുശേഷം നമ്മൾ ഈ ലെസൺ പ്ലാൻ എഴുതുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു 4ാം സ്റ്റാൻഡേർഡിലാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അന്ന് ഞാൻ ഗ്രാമറാണ് എടുക്കുന്നതെങ്കിൽ എൻ്റെ ടോപ്പിക്ക് നൗൺ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, 4th സ്റ്റാൻഡേർഡ് 3rd പീരീഡ് നൗൺസ്, പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, വാട്ട് ഐ എം ഗോയിങ് ടു ടീച്ച് ഇൻ ദാറ്റ് പീരീഡ്, അതും കൂടെ എടുക്കണം. അപ്പോൾ ഞാൻ നൗണിൻ്റെ ടൈപ്സ് ഓഫ് നൗൺ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ടൈപ്സ് ഓഫ് നൗൺ എന്ന് എഴുതുക. പിന്നെ ഞാൻ എന്തൊക്കെയാണ്, ബോർഡ് റൈറ്റിംഗ് ആണോ, എക്സ്പ്ലനേഷൻ ആണോ, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ലാസ്റ്റിൽ റിമാർക്സ് എന്നുള്ള ഒരു കോളമായിരിക്കും. അപ്പോൾ ഇതാണ് അവർ നോട്ട് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഒരു അധ്യയന വർഷത്തിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ പാകപ്പെടുത്തിയെടുത്ത് പഠിപ്പിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറ്റിയ ആ ഒരു തെറ്റ് മനസ്സിലായല്ലോ. അപ്പോൾ ആസ് എ ടീച്ചർ നമ്മൾ ഏറ്റവും കൂടുതൽ തലകുനിക്കേണ്ട ഒരു സമയമാണ് ഒരു ടീച്ചറിനെ അവരുടെ തെറ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ, അല്ലേ, അതും പ്രത്യേകിച്ച് പഠിപ്പിക്കുന്ന കാര്യത്തിൽ. ടീച്ചറിന് തന്നെ തെറ്റ് പറ്റുകയാണെങ്കിൽ പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ, അല്ലേ. അപ്പോൾ ഇതൊരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലായി, അത്രയും നമ്മൾ തല താഴ്ത്തി പോകുന്ന ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായിട്ടുണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത പല ടീച്ചേഴ്സിനും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ധാരാളം വഴക്ക് അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തുടക്കകാലത്തിൽ നമുക്ക് അവരുടെ അടുത്തൊക്കെ ഭയങ്കര ദേഷ്യമായിരിക്കും, ഇങ്ങനെ ഇവരെന്തിനാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ എന്താണെന്നുള്ളത്. പക്ഷേ പിന്നീടാണ് മനസ്സിലാവുന്നത് നമ്മൾ പറയുന്നതൊന്ന്, നമ്മൾ പ്രവർത്തിക്കുന്നത് വേറൊന്ന്. അതിപ്പോൾ ജീവിതത്തിലായാലും നമ്മളൊരാളിനൊരു വാക്ക് കൊടുക്കുകയാണ്, അപ്പോൾ ആ വാക്ക് നമ്മൾ പാലിക്കുന്നില്ല, വെറുതെ ഒരു വാക്ക്, ഒരു പാഴ്വാക്ക്. അന്ന് പ്രോമിസസ് ആർ മെൻ ഫോർ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരാൾക്ക് വാക്ക് കൊടുത്താൽ അത് ലംഘിക്കാനുള്ളതാണ്, അല്ല അത് നിറവേറ്റപ്പെടാതെ വന്നാൽ നമ്മൾ പിന്നെ ആ വ്യക്തി വിശ്വസിക്കൂ? ഇല്ലല്ലോ.
എന്ന് പറഞ്ഞ സെയിം അവസ്ഥയാണ് കുട്ടികളുമായി നമ്മൾ എന്ത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും ഒരു മുൻകരുതൽ, ഒരു ശ്രദ്ധ, അത് പഠനത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അവരുടെ മറ്റ് കാര്യങ്ങളിലായാലും ശരി, നമ്മളെപ്പോഴും ഒരു ക്ലാസ്സിലൊരു ടീച്ചർ പോകുമ്പോൾ എല്ലാ കുട്ടികളെയും നല്ല രീതിയിൽ വീക്ഷിക്കുകയും അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധം ഒരു ക്ലാസ് ടീച്ചറിനും ആ ക്ലാസ്സിൽ പോകുന്ന എല്ലാ അധ്യാപകർക്കും സ്വന്തം രക്ഷകർത്താക്കളെ പോലെ തന്നെ ഉണ്ടാവേണ്ടതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരും പെർഫെക്റ്റ് അല്ല. ഇതിന് മുമ്പത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനോ ഇനി മനുഷ്യനായി ജന്മമെടുത്ത ആരും തന്നെ പെർഫെക്റ്റ് അല്ല. പക്ഷേ നമുക്ക് നമ്മളെ ഒന്ന് നേരെയാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾ തിരുത്താൻ ദൈവം തരുന്ന ഓരോ അവസരങ്ങളും ഒരു മഹത്തായ അവസരമായി, ഒരു ഓപ്പർച്യൂണിറ്റിയായി കരുതി നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ലെസൺ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമല്ല എന്ന് മനസ്സിലായല്ലോ. എനിക്കന്ന് മനസ്സിലായി. ഇതാണ് ഞാനും നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. ഇപ്പോഴും ബിഗിനറായിട്ട് ടീച്ചിങ് ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ധാരാളം കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ അധ്യാപകരും അധ്യാപികമാരും ഒക്കെ ഉണ്ടാവും. അവർക്ക് ഞാൻ പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഹെൽപ്ഫുൾ ആവുന്നുവെങ്കിൽ ആവട്ടെ. നല്ല പ്രഗത്ഭരായ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള അധ്യാപകരാണ് ഇപ്പം നമുക്കുള്ളതല്ലേ. അവർക്ക് ചിലപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം തന്നെ ഉണ്ടാവില്ല. അവരൊക്കെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടും ഏറ്റവും കോൺസെൻട്രേറ്റഡ് ആയിട്ടും കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ആവട്ടെ. പക്ഷേ എൻ്റെ വാക്കുകൾ ആർക്കെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ചെറിയൊരു ഹെൽപ്പ് ആവുന്നുവെങ്കിൽ അതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അടുത്ത വ്ളോഗിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. താങ്ക് യു.